എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര വാളകത്താണ്. ഇവിടെ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ട് NSSന്റെ കുറച്ച് കുട്ടികൾ, അതായത് മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSലെ കുറച്ച് കുട്ടികൾ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഈ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് മദ്യപിച്ച് സഞ്ചരിക്കാതിരിക്കാനൊക്കെയുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ കുട്ടികളാണ് അല്ലേ? ഓക്കെ, നാഷണൽ സർവീസ് സ്കീമാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പരിപാടി നിങ്ങൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു? ലഹരി ദിനം, ലഹരി ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വളരെ വളർന്നു വരുന്നൊരു പ്രകൃതമാണ്. നമ്മളിപ്പോൾ എവിടെ പോയാലും ഏതൊരു വീട്ടിൽ പോയാലും ലഹരിയുടെ പദാർത്ഥങ്ങൾ വളരെ അധികമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് ഞങ്ങളും ആശ്വാസിലെ NSS വോളണ്ടിയേഴ്സും സ്കൂളും ആശ്വാസിലായിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പരിപാടി നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്? കോർഡിനേറ്റർ ഞങ്ങൾ ഈ വരുന്നവർക്ക് ഒരു ഇന്നത്തെ ഒരു ബാഡ്ജിങ് പോലെ നൽകിയിട്ട് ബാഡ്ജിങ് പോലെ നൽകിയിട്ടാണ് അവരെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആനന്ദ നിമിഷങ്ങൾ കണ്ണുനീരിൽ കുതിർക്കാതിരിക്കാം എന്ന ഒരു വലിയ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് ഇവര് എല്ലാ വണ്ടികളിലും നിങ്ങൾ ടാഗ് ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എത്രത്തോളം ആളുകളൊക്കെ ഇങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത്യാവശ്യം എല്ലാ ആൾക്കാരും നിർത്തുന്നുണ്ട്, വണ്ടി നിർത്തുന്നുണ്ട്. ചിലർ നിർത്താതെ അവർ ചിലപ്പോൾ ഒരു പക്ഷേ മദ്യപിച്ചായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും ഒരുപാട് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇത് നമ്മുടെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. MC റോഡിൽ നിന്നുകൊണ്ട് പോകുന്ന വാഹനങ്ങളിലേക്ക് അവർ ടാഗ് ചെയ്യുകയാണ്. അവർക്ക് അവരുടെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഏറ്റവും നല്ലൊരു സന്ദേശം ഇതുപോലെയൊക്കെ എല്ലാ സ്കൂളുകളിലും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വാളകത്താണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പള്ളിയച്ചൻ വഴിയിൽ ഇങ്ങനെ കുട്ടികളെയൊക്കെ ഇങ്ങനെ തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ഇങ്ങനെ തടഞ്ഞുകൊണ്ട് കുട്ടികളായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? വാഹനങ്ങൾ തടയുക എന്നുള്ളതല്ല, ഈ വാഹനം ഏറ്റവും കൂടുതൽ മദ്യപിച്ച് അപകടങ്ങൾ നടക്കുന്ന ഒരു വഴിയാണ് MC റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദേശം റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എന്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്ക് ഉണ്ടായി അങ്ങനെ തടസ്സം വരുത്താനല്ല, ഈ ഒരു സന്ദേശം വളരെ ആപ്റ്റായിട്ട് നമ്മൾ MC റോഡിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് NSSന്റെ സഹകരണത്തോടുകൂടി, മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ NSSന്റെ സഹകരണത്തോടുകൂടി ഇതിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അവയർനെസ്, യാത്ര ചെയ്യുന്നവർക്ക് ഒരു അവയർനെസ്. അത് മാത്രമല്ല, ഇത് ഏറ്റവും വലിയൊരു വിപത്താണ്. ഒരാളുടെ ഒരു അശ്രദ്ധ മൂലം ഒരു പക്ഷേ എന്താണ് പിന്നെ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ഒരു വലിയ മെസ്സേജ് ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു അവസരം എന്ന രീതിയിലാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം MC റോഡിലാണ് അപകടങ്ങൾ കൂടുതലായിട്ടുണ്ടാവും അല്ലേ, കണ്ടുവരുന്നൊരു. അതുകൊണ്ട് ഇതിന് അത് മാത്രമല്ല, ഇത് നല്ല റോഡ് കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഭയങ്കരമാണ്. എല്ലാ ദിവസവും ഈ സൈഡിലേക്ക് കാരിയർ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം വളഞ്ഞും തിരിഞ്ഞും കിടക്കുന്നത്. നമുക്കറിയില്ല ഒരു പക്ഷേ അതാണെങ്കിൽ എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു സന്ദേശം അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പല വണ്ടികൾ ഓവർ സ്പീഡിലായിരിക്കും പോകുന്നത്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ശക്തമായ രീതിയിൽ പൊരുതുകയാണ്. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ പേരെങ്ങനെ? എൻ്റെ പേര് ജിനു എബ്രഹാം. ഓക്കെ, ജിനു എബ്രഹാം. ഫാദർ ജിനു എബ്രഹാമാണ് വലിയ രീതിയിലൊരു സന്ദേശം കൊടുക്കുകയാണ്. ലഹരിക്കെതിരെ ശക്തമായി പോരാടുക എന്നുള്ളൊരു സന്ദേശം കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അതിനായി ആദ്യം ചെയ്തത് റോഡിലൂടെയുള്ള വാഹനങ്ങൾ, ഇത്തരത്തിൽ വാഹനങ്ങൾ അമിതമായി പോകുന്നു, മദ്യപിച്ച് പോകുന്ന വാഹനങ്ങൾ അപകടം വരാതിരിക്കാൻ ഇവർക്കൊരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാഹനങ്ങൾ ഇവർ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ ഈ സന്ദേശം നൽകുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻ വിസ്മയാനിസ്.